നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മുറിവുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഹന വഴികളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക, ദൈവം നമ്മളെ സ്നേഹിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ദൈവം നമ്മൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല കേട്ടോ. ദൈവത്തിന് വേണമെങ്കിൽ എന്നെ അത്ഭുതങ്ങൾ ചെയ്ത് രക്ഷിക്കാമല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാം. അതൊരു പൈശാചികമായിട്ടുള്ള പ്രലോഭനമാണ്. എന്നാൽ സഹനത്തിന്റെ നിമിഷത്തിൽ ദൈവത്തെ പഴിചാരാതെ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മുന്നോട്ട് പോകാനുള്ള മനസ്സുണ്ടെങ്കിൽ ആ വ്യക്തിയെ ദൈവം ഏതോ ഒരു കൃപയിൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നിനക്കൊരു രോഗാവസ്ഥയാണ്, അല്ലെങ്കിൽ നീ കടന്നു പോകുന്നത് മറ്റുള്ളവർ നിന്നെ കളിയാക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിന്നെ വേദനിപ്പിക്കുന്നുണ്ട്, എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുമ്പോൾ ഓർക്കേണ്ടത് ഇത്രയേ ഉള്ളൂ: ദൈവത്തിന് എന്തോ എന്റെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് ആ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മനുഷ്യന്റെ വാക്കുകൾക്കെതിരെ നമ്മൾ നടക്കുകയാണോ?